ഹലോ ബോസ്. ബോസ് പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞു ഒരുത്തനെ ഞാൻ കണ്ടെത്തി. ഏത് സാഹചര്യത്തെ മറികടക്കാൻ ശേഷിയുള്ള എന്തിനു പോകുന്ന ഒരുത്തൻ. കരങ്ങൾ ഇരുമ്പ് പോലെയുള്ളവൻ. അവൻ്റെ കണ്ണുകളിൽ എരിയുന്ന തീ എനിക്ക് കാണാം ബോസ്. കണ്ണിലാണ്ട് ചാടി. എന്തുകൊണ്ടും ഇവൻ നമ്മുടെ ദൗത്യത്തിന് ചേർന്ന് വരുത്തും തന്നെയാണ് ബോസ്. എന്നാ കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് ഏൽപ്പിക്കുക. യെസ് ബോസ്. എന്നിട്ട് വിളിച്ചാൽ മതി. യെസ്. ഹലോ, നമ്മളിതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. മൈ നെയിം ഈസ് ഗംഗനാഥൻ. ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ടങ്ങ് പോകുന്നു. താങ്കൾക്ക് എൻ്റെ എന്തോ ഒരു സഹായം വേണമെന്ന് തോന്നുന്നല്ലോ. ഓ മൈ ഗോഡ്, കാര്യങ്ങളൊക്കെ ഊഹിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന താങ്കളുടെ ഈ കഴിവ് അപാരം തന്നെ. ഇയാൾ വന്ന കാര്യം പറ. എനിക്ക് വെറുതെ സംസാരിച്ചിരുന്ന സമയങ്ങളെന്നതിനോട് താല്പര്യമില്ല. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ. ഞാൻ താങ്കളൊരു ദൗത്യം ഏൽപ്പിക്കാൻ വന്ന. ഏൽപ്പിച്ചേക്ക്. കയ്യിൽ തരാനായിട്ട് ഞാനത് പൊഞ്ഞു കെട്ടിക്കൊണ്ടൊന്നുമില്ല. സിറ്റിയിൽ ഈയിടെയായിട്ട് ഡ്രഗ് മാഫിയയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒരുപാട് കുട്ടികൾ അത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. നീ അത് തടയണം. ഞാനിപ്പോൾ ആർക്ക് സഹായമൊന്നും ചെയ്ത് കൊടുക്കാറില്ല. ഈ ദൗത്യം പൂർത്തിയാക്കാൻ നിന്നേക്കാൾ ചേർന്ന മറ്റൊരുത്തനില്ല. കാരണം നിനക്ക് അപാര കഴിവാണ്. നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ വേറെങ്ങും കണ്ടിട്ടുമില്ല. നിന്റെ ഈ കഴിവുകൾ നീ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇത് നീ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ലോകം നിന്നെ വാഴ്ത്തും. പിന്നെ നീ ആരാ? ഈ ലോകത്തിന്റെ രക്ഷകനാ. നാടിൻ്റെ നല്ലതിനായി ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ ബോസേ, പറയടോ. ഒരാഴ്ചയായിട്ട് നമ്മുടെ സീറ്റിൽ യാതൊരു മാറ്റവും. ആ പണി ഏൽപ്പിച്ചവനാണെ കാണാനുമില്ല. അത് ശരി. അവൻ ഇന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കട്ടെ ബോസേ. തീരുമാനമാക്ക. എന്നിട്ട് ഞാൻ വിളിക്കാം. ശരി എന്നാ. ഓക്കെ. ഇനി എവിടെ പോയി കണ്ടുപിടിക്കാവനെ? മഴ ചീഞ്ഞ മഴ. ഈ പുള്ളിയോ? സാറേ, കുറെ എല്ലാം കണ്ടിട്ട് എന്നുണ്ട് വിശേഷമൊക്കെ? നീനടെ ഈ കോലത്തില് നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് നീ അതൊക്കെ മറന്നോ? സാർ എന്നെ പറഞ്ഞു. സാറ് പതുക്കെ പറ സാർ, ആരെങ്കിലും കേൾക്കുകയല്ലേ. ഞാനിപ്പോഴും ദൗത്യത്തിൽ തന്നെയാ. പിന്നെ എന്നാന്ന് വെച്ചാൽ സാറ് വിചാരിക്കണ പോലെ ഇതത്ര റിസ്ക്കുള്ള പരിപാടിയൊന്നും അല്ല. ഇത് കിടിലം പരിപാടിയാണ് ഇത്. ഞാനിപ്പോൾ എത്ര രൂപ ഡെയിലി ഉണ്ടാക്കണമെന്ന് സാറിന് അറിയാവോ? ഇതേ പയ്യമ്മനുണ്ടല്ലോ. സാർ ഇവിടെ നിന്ന് ഞാൻ ഇതേ പയ്യനൊരു ഇച്ചിരി സാധനം കൊടുത്തിട്ട് വരാം. അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ പോവല്ലേ, വരാം. മോനെ, കാത്തുനിന്ന് മടുത്തോ? മാമൻ ഇച്ചിരി ബിസി ആയിപ്പോടാ വച്ചേ. അതെ, എന്നാ സാധനം പിടിച്ചേ, സൂക്ഷിച്ച് എവിടെയും വെച്ചോ. പിന്നെ ഒരു കേസ്, സാധനത്തിന് വില കൂടിയുണ്ട്. ഇത് തന്നെ 50 രൂപയായി. നാളെ വരുമ്പം വീട്ടിൽ നിന്ന് 100 രൂപയും കൂടെ പൊക്കിക്കൊണ്ട് വാട്ടോ. എടാ, നീ കൊച്ചു പിള്ളേർക്ക് ലഹരി കൈമാറണോ? എന്നാ വിട്ടോ. ഈ പിള്ളേർക്ക് കൃത്യസമയത്ത് സാധനം എത്തിച്ചു കൊടുത്തില്ലെങ്കിലേ ഒരു വിഷയം ഉണ്ടാക്കും. നീ ഈ നാട് നന്നാക്കാൻ പറഞ്ഞിട്ട് നിനക്ക് ഇതാണോ പരിപാടി? അപ്പൊ എന്ത് പരിപാടി? നീ ഇച്ചിരി ഇല്ലാത്ത കൊച്ചുങ്ങൾക്ക് ലഹരി കൈമാറുന്നല്ലേ? സാറെന്നീ പറയണത്? അത് ലഹരി കൈമാറിയതൊന്നുമല്ല. അത് ഞാൻ പട്ടാണിക്കടലിൽ മേടിച്ചു കൊടുത്താ. പട്ടാണിക്കടലേ? അത് ഈ പിള്ളേര് വന്നിട്ടേ എൻ്റെ കയ്യിൽ 50 രൂപ ചെയ്യും. എന്നിട്ട് ഞാൻ പോയി അപ്പുറത്തെ ലോനപ്പഞ്ചേൻ്റെ കടയിൽ പോയിട്ട് ഞാനൊരു 10 രൂപയ്ക്ക് പട്ടാണിക്കടല മേടിച്ചിട്ട് ഞാൻ ബാക്കി 40 രൂപ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇടും. ഇവന്മാർ പിള്ളേരായതുകൊണ്ട് 10 രൂപയ്ക്ക് കടല ഇന്നും ഇവന്മാരെങ്ങനെ എന്നെയൊന്നും നോക്കാനും വല്ലതും പോവോ? നല്ല അടിപൊളി പരിപാടി. ഞാനിപ്പോൾ ഇത് 2000 സംതിങ് ഞാനിപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ നേടി. മുന്നോട്ട് എനിക്കിത് തുടർന്ന് പോകാനാണ് എനിക്ക് താല്പര്യം. അപ്പം വേണമെങ്കിൽ സാറും കുടിക്കും. അല്ല വേണ്ട, സാറ് വേണ്ട, നമ്മൾ ബിസിനസ് ഷെയർ ചെയ്യേണ്ട ഇത്. അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തട്ടിമുട്ടി പോകുന്നു. പിന്നെ സാറ് എന്നെ വന്നെന്നാ അവൻ്റെ ഒരു കോപ്പിലെ ബിസിനസ്. നിനക്ക് നാണമില്ലടാ നിനക്ക് ഈ പിള്ളേരെ ഇതുപോലെ പറ്റിച്ച് ജീവിക്കാനായിട്ട്? പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ശത്രുക്കളുണ്ടാവുന്നു. ആ ശത്രു സാറല്ലേ? നിന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റി.
അവൻ്റെ ഒരു കരാട്ടയും കുംഫു. ബോസ് വിളിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ബോസ് വിളിക്കുമ്പോഴേ നമുക്ക് എടുക്കാണ്ടിരുന്നാലോ? ഒരു വിളിക്കണ്ടല്ലോ. ഹലോ, ആ എത്ര എണ്ണം? ഓക്കെ, അവിടെ തന്നെ ഒന്നു. അതാ ഇപ്പം എത്തി. എന്താ? അർജൻറ്റായിട്ട് 2 സിപ്പപ്പ് ഒരു സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാണ്ട്. ഞാൻ പോവാം.